ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോണത് ഞാൻ കുറേ യൂട്യൂബിൽ വണ്ടി വാങ്ങിക്കുന്നതിന് മുമ്പ് നോക്കിയായിരുന്നു എന്താണ് ഈ ടെക് പാക്ക് എന്ന്. അപ്പോൾ ടെക് പാക്ക് ഞാൻ കാണിച്ചു തരാം. വണ്ടി ഇപ്പോൾ ചാർജ് ചെയ്യാൻ ഇട്ടേക്കുവാണ്. അപ്പം പിന്നെ വേറൊരു കാര്യം, വോൾട്ടേജ് കുറവാണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാകില്ല കേട്ടോ. നമ്മൾ ഈ സ്വിച്ച് ബോർഡിൽ പോയി നോക്കിയാൽ മതി. ഈ നമ്മുടെ ബാക്കിലെ സ്വിച്ച് ബോർഡിൽ എത്ര വോൾട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. 200 വോൾട്ട് അടുത്തുണ്ടെങ്കിൽ ഇത് നിലപാടിന് ചാർജ് ആവുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വോൾട്ടേജ് കുറയും വീട്ടിൽ. ഓക്കെ, അപ്പം നമുക്ക് ടെക് പാക്ക് എന്നാ നോക്കാം. അപ്പം ടെക് പാക്കിന് അറിയാമല്ലോ, ഒരു ആപ്ലിക്കേഷനുണ്ട്. ഇതിൻ്റെ അകത്ത് ചേതക്ക് എന്ന് പറഞ്ഞൊരു മൊബൈലിൽ ഒരു ആപ്ലിക്കേഷനുണ്ട്. ഒരു മിനിറ്റ് എടുത്ത് കാണിക്കാവേ. ഓക്കെ, ഇതിൻ്റെ അകത്തൊരു ചേതക്ക് എന്നൊരു ആപ്ലിക്കേഷനുണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ ആദ്യം ഓൺ ചെയ്യണം. ഓൺ ചെയ്യുമ്പോൾ ജസ്റ്റ് വണ്ടി ഓൺ അല്ലെങ്കിൽ ഇത് ആകത്തില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇപ്പം എൻ്റെ വണ്ടിയുടെ പേരിൻ്റെ അകത്ത് വരും, എത്രയാണെന്നുള്ളത്. ഇപ്പം ചേതക്ക്, ഒരു മിനിറ്റ്, ഇത് കണ്ടോ, എൻ്റെ വണ്ടിയുടെ പേരാണ് ഇങ്ങനെ വന്നേക്കുന്നത്. കാരണം വണ്ടി ഓഫ്ലൈൻ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വന്നേക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ കാണിക്കുന്നുണ്ട്, പക്ഷേ ഓൺലൈൻ അല്ല. നമുക്ക് നോക്കാം ഓൺലൈൻ ആണോ എന്ന്. കാരണം 67% ബാറ്ററി കാണിക്കുന്നത്. ഞാൻ ചാർജിങ് കുത്തിയിട്ടൊക്കെ വരുന്നു. ജസ്റ്റ് നോക്കാം. വണ്ടി ഞാൻ ചാവി കൈ പിടിച്ചിട്ടുണ്ട്, ഓൺ ചെയ്യുവാണേ. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തു. ഓണായി. ഇല്ല, അത് കറക്റ്റ് അല്ല. കാരണം 67 അല്ലേ, നമ്മളിവിടെ 78% ആയി ഓൾറെഡി. കാണിച്ചു തരാം. ഭയങ്കര ബ്രൈറ്റ്നെസ്സാണ്, നമുക്കത് കാണാനൊന്നും പറ്റുന്നില്ല. 78% ആണ് ഇപ്പം അത് കാണുന്നത് കേട്ടോ. അപ്പം ഓക്കെ, ഇനി നമ്മൾ വണ്ടി ഓൺ ചെയ്യണം. ആദ്യമേ വണ്ടി ഓൺ ചെയ്യണേ, ചാർജർ ഓഫ് ചെയ്യണം. ഇനി ഒന്ന് ഓൺ ചെയ്യാം. വണ്ടി ഓണായി വരുന്നു. ഇപ്പോൾ ടെക് പാക്ക് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ടെക് പാക്ക് എന്നാന്നുള്ള യൂട്യൂബിൽ ഞാനങ്ങ് കണ്ടില്ല സത്യം പറഞ്ഞാൽ. ചാർജർ ഡോക്ക്ഡ്. ഓക്കെ, ഇതിനർത്ഥം നമ്മൾ ചാർജർ ഡോക്ക് ചെയ്തേക്കോ, അറ്റാച്ച് ചെയ്തേക്കോ എന്നാണ് ഇവർ പറയുന്നത്. മാറ്റാം അതിന്. ചാർജർ ഡിസ്കണക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ അത് മാറി. ഓക്കെ, ഓണാ. ഓക്കെ, ചാർജർ ഡിസ്കണക്ട് ചെയ്തു. ഇപ്പോൾ കാണിക്കുന്നത് 79% ആണ്. 78 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ടെക് പാക്ക് എന്ന ഈ ഒരു സംഭവം കൊണ്ടോ, ഒരു സംഭവം, ഈ ഒരു യൂസർ ഇൻ്റർഫേസ് ടെക് പാക്ക് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ താഴോട്ടുള്ള ആരോസ് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം, ഇപ്പോൾ ഡിസ്പ്ലേ ഉണ്ട്, പിന്നെ വെഹിക്കിൾ. ഇപ്പോൾ ഇതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ബ്ലൂടൂത്ത് കണക്റ്റ് ആയിരിക്കണം. നമ്മൾ ഇതുമായിട്ട് ബ്ലൂടൂത്ത് കണക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ടെക് പാക്ക് ആക്ടിവേറ്റ് ആവുള്ളൂ. അപ്പോൾ ടെക് പാക്ക് ആക്ടിവേറ്റ് ആകണമെങ്കിൽ ഈ മൊബൈലിലെ ഞാൻ പറഞ്ഞ സംഭവം വേണം. അപ്പം ഇതിൻ്റെ അകത്തിപ്പം കണ്ടോ കാണിക്കുന്ന 79% ഇത് കാണിക്കുന്നത്. നമുക്കിത് മാറ്റണമെങ്കിൽ വണ്ടി ഓണായല്ലോ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് മാറ്റുക. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ, ഞാൻ ഓൾറെഡി വൈഫൈ കണക്റ്റഡ്, പക്ഷേ അത് മാറുന്നില്ല കേട്ടോ. ഒരു മിനിറ്റ്. ഇപ്പോൾ ജസ്റ്റ് വണ്ടി എവിടെയാണെന്ന് കൃത്യം കാണിക്കുന്നുണ്ട്. ഞാൻ ഓടിയ ട്രിപ്പ് ഇത് കണ്ടോ, ഞാൻ വണ്ടി ഓടിയ ട്രിപ്പുകളും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ഫ്രൈഡേ മൊത്തം ഓടിയത്. പക്ഷേ ഇതല്ല കേട്ടോ, ഇത് കൂടുതലുണ്ട്. എനിക്കറിയില്ല അങ്ങനെ എന്തുവാ ഇങ്ങനെ കാണിക്കുന്നുള്ളത്. അപ്പം ഇത് ടെക് പാക്ക് ഇത് വേണമെങ്കിൽ, ഇങ്ങനെയുള്ള കറക്റ്റായിട്ട് കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ ഈ ഒരു സംഭവം മൊബൈൽ ആപ്ലിക്കേഷൻ വേണം. അപ്പം മാപ്പ് ഇട്ടിട്ട് നമുക്കിത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് ഇതുമായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. ആ മുകളിലൊരു സ്കൂട്ടറിൻ്റെ ചിഹ്നം കണ്ടോ, ഞാനത് ഞെക്കി കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ വന്നു ചേതക്ക്. ഞാൻ ആ ചേതക്കെ ക്ലിക്ക് ചെയ്തു. പക്ഷേ എന്തോന്നറിയില്ല, ബാറ്ററി മാറുന്നില്ല. ഈ റേഞ്ചിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഡയഗ്നോസ്റ്റിക്സ്. അപ്പോൾ എന്തായാലും ഇതാണ് ടെക് പാക്ക്. ഇതിപ്പം വണ്ടി വാങ്ങിക്കുമ്പോൾ 1 മാസത്തേക്ക് നമുക്ക് ഫ്രീ ആണ്. അപ്പം ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഇത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത ശേഷം. അപ്പോൾ ബ്ലൂടൂത്തൊക്കെ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോ ഞാൻ തീർച്ചയായിട്ടും കണക്ട് ചെയ്യാം. ഇപ്പോൾ ടെക് പാക്ക് എന്ന് ഇത്ര ഇതേ ഉള്ളൂ. നമുക്ക് ഈ മാപ്പും ആപ്ലിക്കേഷനും മ്യൂസിക്കും ഒക്കെ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എന്തായാലും ഞാൻ മൊബൈലൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാം. ഓക്കെ.